മണിപ്പൂരിലെ വംശീയ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ട്. അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ സ്ഥിതിഗതികൾ വഷളാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 50 കമ്പനികളെ കൂടി മണിപ്പൂരിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിലും ജിരിബാമിലും സംഘർഷം തുടരുന്നതിനിടെ കൂടുതൽ കേന്ദ്രസേനയെ സംസ്ഥാനത്തേക്ക് അയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ യോഗത്തിൽ തീരുമാനിച്ചു. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 5000 പേരെയാണ് കേന്ദ്രം മണിപ്പൂരിലേക്ക് അയച്ചത്. CRPF-ൽ നിന്ന് 35 യൂണിറ്റും BSF-ൽ നിന്ന് 15 യൂണിറ്റുമാണ് മണിപ്പൂരിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സേനയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് മണിപ്പൂരിൽ സേനയെ വിന്യസിക്കുന്നത്. കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ മണിപ്പൂരിൽ ജനജീവിതം ആശങ്കാജനകമാണ്. സ്വയരക്ഷയ്ക്കായി വീടിന് മുൻപിൽ ബങ്കറുകൾ നിർമ്മിച്ചിരിക്കുകയാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ. മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് ഉൾപ്പെടെ 17 MLA-മാരുടെ വീടുകളാണ് പ്രതിഷേധക്കാർ ഇതിനോടകം ആക്രമിച്ചത്. അതിനിടെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ജിരിബാമിൽ 8 പ്രധാന BJP നേതാക്കൾ രാജിവെച്ചു. കലാപം അവസാനിപ്പിക്കാൻ കഴിയാത്തത് ബിരേൻ സിംഗ് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് രാജിക്കത്തിൽ നേതാക്കളുടെ ആരോപണം. കോൺറാഡ് സാങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി BJP-യുടെ നേതൃത്വത്തിലുള്ള N ബീരേൻ സിംഗ് നയിക്കുന്ന സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയം അനിശ്ചിതത്വത്തിലാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് സഖ്യകക്ഷി MLA-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മെയ്തേയ്, കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ 2023 മെയ് മുതൽ ആരംഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഇംഫാൽ താഴ്വരയിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിലെ സമാധാന നില തകിടം മറിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.